Coordination chemistry, Werner's theory and Sidgwick's theory. Next നമ്മൾ പറയുന്നത് early structural theories ആയിട്ടുള്ള Werner's theoryയും Sidgwick theoryയുമാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് Werner's theory എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. ആൽഫ്രഡ് വെർണർ എന്ന് പറയുന്ന ഒരു സ്വിസ് കെമിസ്റ്റ് ആണ് put forward a theory to explain the formation of complex compound. First successful explanation for the formation of complex compound കൊണ്ടുവന്ന ആളാണ് ആൽഫ്രഡ് വെർണർ. ഇതിനെയാണ് ഈ കോർഡിനേഷൻ തിയറിയെയാണ് നമ്മൾ വെർണേഴ്സ് തിയറി എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഇതിന്റെ പോസ്റ്റ്ലേറ്റ്സ് എന്ന് നോക്കാം. പോസ്റ്റ്ലേറ്റ്സ് ഓഫ് വെർണേഴ്സ് തിയറി. അപ്പം നമ്മൾ കോംപ്ലക്സ് സ്ഫിയറിന്റെ സ്ട്രക്ചറും കോംപ്ലക്സ് കോമ്പൗണ്ടുകളുടെ സ്ട്രക്ചറൊക്കെ നമ്മൾ മുന്നേ കണ്ടു. അപ്പം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കോംപ്ലക്സ് സ്ഫിയറിനകത്ത് നമുക്ക് കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട്. പിന്നെ സ്ഫിയറിന് പുറത്ത് നമുക്കൊരു ചാർജ് ഉണ്ട്, കോർഡിനേഷൻ കോംപ്ലക്സ് അയോണിന്റെ ചാർജ്. ആ ചാർജിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ സ്ഫിയറിന് പുറത്ത് നമ്മൾ ആനയോണോ കാറ്റയോണോ ഏത് ചാർജാണ് നമ്മളെ കോംപ്ലക്സിനുള്ളത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ചാർജ്ഡ് സ്പീഷീസ് സ്ഫിയറിന് പുറത്തുണ്ട് നമ്മളെ ചാർജിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയായിരുന്നു നമ്മളൊരു കോർഡിനേഷൻ കോംപ്ലക്സിന്റെ സ്ട്രക്ചർ പഠിച്ചത്. അപ്പം വെർണർ തിയറിയുടെ പോസ്റ്റ്ലേറ്റ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് പറയുന്നത് തന്നെ ഈ കോർഡിനേഷൻ സ്ഫിയറിന്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണം. അപ്പൊ അതിനാണ് അതൊന്ന് പറഞ്ഞത്. The central metal atom or ion in a coordination compound exhibit two types of valencies. കോർഡിനേഷൻ കോമ്പൗണ്ടിലുള്ള സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് പ്രൈമറി ആൻഡ് സെക്കൻഡറി വാലൻസി എന്ന് പറഞ്ഞ രണ്ട് ടൈപ്പ് വാലൻസികൾ ഉണ്ട്. പ്രൈമറി വാലൻസീസ് ആർ അയണൈസബിൾ ആൻഡ് കറസ്പോണ്ട് ടു ദ നമ്പർ ഓഫ് ചാർജസ് ഓൺ ദ കോംപ്ലക്സ് അയോൺ. പ്രൈമറി വാലൻസിനെ നമ്മൾ അയണൈസബിൾ വാലൻസി എന്നും പറയും, അയണൈസബിൾ വാലൻസി. അതേസമയം സെക്കൻഡറി വാലൻസിനെ നമ്മൾ നോൺ അയണൈസബിൾ വാലൻസി എന്ന് പറയും. അപ്പോൾ പ്രൈമറി വാലൻസി ഈസ് ഓൾസോ നോൺ ആസ് അയണൈസബിൾ വാലൻസ് വിച്ച് കറസ്പോണ്ട്സ് ടു ദ നമ്പർ ഓഫ് ചാർജസ് ഓൺ ദ കോംപ്ലക്സ് അയോൺ. കോംപ്ലക്സ് അയോണിന്റെ പുറത്ത് ഒരു ചാർജ് ഉണ്ടല്ലോ, ആ ചാർജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് കറസ്പോണ്ട് ചെയ്യുന്നതാണ് പ്രൈമറി വാലൻസി. Primary valencies apply equally well to simple salt and to complexes and are satisfied by negative ions. ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എടുക്കുകയാണ് ഏത് CONH3 6 ടൈംസ് കോർഡിനേഷൻ സ്ഫിയറിന്റെ അകത്ത്, സ്ഫിയറിന് പുറത്ത് Cl3 എന്നുണ്ടെങ്കിൽ കോർഡിനേഷൻ സ്ഫിയറിന്റെ പുറത്തുള്ള നമ്പർ ഓഫ് ചാർജ് എന്താണ് അതിന് കറസ്പോണ്ടിങ് ആണ് പ്രൈമറി വാലൻസി എന്നാ പറഞ്ഞത്. അപ്പൊ CONH3 6 ടൈംസ് എന്ന് പറയുന്നത് കോർഡിനേഷൻ സ്ഫിയറിന്റെ അകത്തും പുറത്തൊരു Cl3 ഉണ്ട്. അപ്പൊ CONH3 6 ടൈംസ് കോർഡിനേഷൻ സ്ഫിയറിന്റെ പുറത്തുള്ള ചാർജ് എന്താണ് 3+ ആണ് എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ 3 ആണ്. അപ്പൊ പ്രൈമറി വാലൻസി കറസ്പോണ്ട്സ് ടു ദ ഓക്സിഡേഷൻ നമ്പർ. ഈ ഓക്സിഡേഷൻ നമ്പർ എന്താണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നെഗറ്റീവ് ചാർജ് ഉള്ള സ്പീഷീസ്, അതാണ് 3 Cl3 പുറത്ത് കിടക്കുന്നത്. അപ്പോൾ പ്രൈമറി വാലൻസിനെ നമ്മൾ അയണൈസബിൾ വാലൻസി എന്ന് പറയും, വിച്ച് കറസ്പോണ്ട്സ് ടു ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ദ കോംപ്ലക്സ് അയോൺ. വാലൻസി നമ്മൾ എന്താ പറഞ്ഞത്? സെക്കൻഡ് വാലൻസി സെക്കൻഡറി വാലൻസിയാണ്. പ്രൈമറി വാലൻസിയും ഉണ്ട് സെക്കൻഡറി വാലൻസിയും ഉണ്ട്. പ്രൈമറി വാലൻസി കറസ്പോണ്ട്സ് ടു ദ എന്താ പറഞ്ഞത് നോൺ അയണൈസബിൾ വാലൻസി ആണ് പ്രൈമറി വാലൻസി, which corresponds to the oxidation number. ഇനി സെക്കൻഡറി വാലൻസി is also known as non-ionizable valency. Non-ionizable valency. Secondary valencies corresponds to the valencies that a metal atom or ion toward neutral molecule or negative ions in the formation of its complex ion. Secondary valencies are directional and so a complex has a particular shape. കോർഡിനേഷൻ നമ്പർ അതാണ് നമ്മുടെ സെക്കൻഡറി വാലൻസി എന്ന് പറയുന്നത്. സെക്കൻഡറി വാലൻസീസ് ഡയറക്ഷണൽ ആണ്. നമ്മളെ കോർഡിനേഷൻ കോംപ്ലക്സിന് ഒരു പെർട്ടിക്കുലർ ഷേപ്പ് തരുന്നത് സെക്കൻഡറി വാലൻസീസിന്റെ ഡയറക്ഷണൽ പ്രോപ്പർട്ടി കാരണമാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കാം. CONH3 6 ടൈംസ് 2+. ആ കോർഡിനേഷൻ സ്ഫിയറിന്റെ അകത്തുള്ള 6 NH3
ഈ 6 എന്നുള്ള കോർഡിനേഷൻ നമ്പർ ആണ് നമ്മൾ എന്ത് സെക്കൻഡറി വാലൻസി. ഈ 6 ലിഗാൻഡ് വരുമ്പം ആ 6 ലിഗാൻഡും എങ്ങനെ ഏത് ഷേപ്പിലാണ് നിൽക്കുക? ഒരു ഒക്ടാഹിഡ്രയുടെ 6 കോർണേഴ്സിലേക്ക് ഡയറക്റ്റ് ചെയ്തിട്ടാണ് നിൽക്കുക. അങ്ങനെയാണ് നമ്മളെ CONH3 6 ടൈംസ് 2+ അല്ലെങ്കിൽ 3+ എന്ന് പറയുന്ന കോംപ്ലക്സിന് ഒക്ടാഹിഡ്ര ഷേപ്പ് കിട്ടുന്നത്. അപ്പം നമ്പർ ആൻഡ് അറേഞ്ച്മെന്റ് ഓഫ് ലിഗാൻഡ്സ് ഇൻ സ്പേസ് ഡിറ്റർമിൻ ദ സ്റ്റീരിയോകെമിസ്ട്രി ഓഫ് എ കോംപ്ലക്സ്. അപ്പോൾ കോർഡിനേഷൻ എന്തൊക്കെയാണ് പറഞ്ഞത്? വെർണേഴ്സ് തിയറിന്റെ മെയിൻ പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത് അതിന് 2 ടൈപ്പ് വാലൻസി ഉണ്ട് സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് എന്നാ പറഞ്ഞത്. പ്രൈമറി വാലൻസി, സെക്കൻഡറി വാലൻസി. പ്രൈമറി വാലൻസി ഈസ് ഓൾസോ നോൺ ആസ് അയണൈസബിൾ വാലൻസി വിച്ച് കറസ്പോണ്ട്സ് ടു ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ദ കോംപ്ലക്സ് അയോൺ. ഇനി സെക്കൻഡറി വാലൻസി ഈസ് ഓൾസോ നോൺ ആസ് non-ionizable valency which corresponds to the coordination number of the central metal ion. Ini secondary valencies are directional and so a complex has a particular shape. അപ്പോൾ ഡയറക്ഷണൽ പ്രോപ്പർട്ടി കൂടുതലുള്ളത് സെക്കൻഡറി വാലൻസിക്കാണ്. സെക്കൻഡറി വാലൻസീസ് ഒരു പെർട്ടിക്കുലർ ഷേപ്പിന്റെ കോർണേഴ്സിൽ അറേഞ്ച് ചെയ്തിട്ട് നിൽക്കും. ഈ സെക്കൻഡറി വാലൻസിന്റെ ഡയറക്ഷണൽ പ്രോപ്പർട്ടി കാരണമാണ് നമ്മളെ കോർഡിനേഷൻ കോംപ്ലക്സിന് ഒരു പെർട്ടിക്കുലർ ഷേപ്പ് ജോമെട്രി ഉണ്ടാവുന്നത്. Werner proposed putting all molecules and ions within the sphere in brackets R and those free anions outside the bracket. നമ്മൾ ഇപ്പൊ കണ്ടിട്ടുള്ള കോർഡിനേഷൻ കോംപ്ലക്സിൽ നമ്മൾ പറഞ്ഞല്ലോ എന്താണ്, കോർഡിനേഷൻ കോംപ്ലക്സ് സ്ഫിയർ ഒരു ഭാഗത്തുണ്ട്, അതിന്റെ ചാർജിനെ ബാലൻസ് ചെയ്യാനുള്ള കുറച്ച് ആനയോണോ കാറ്റയോണോ ചാർജ്ഡ് സ്പീഷീസ് സ്ഫിയറിന്റെ പുറത്തുണ്ട്. ഈ രീതിയിൽ കോർഡിനേഷൻ കോംപ്ലക്സുകളെ എഴുതാൻ പറഞ്ഞു തന്ന ആള് വെർണറാണ്. അപ്പം കോർഡിനേഷൻ സ്ഫിയറിന്റെ അകത്തുള്ള ആളെന്താണ്, അത് കോർഡിനേഷൻ കോംപ്ലക്സ് ആയിട്ട് തന്നെ എക്സിസ്റ്റ് ചെയ്യും, അത് ഡിസോസിയേറ്റ് ചെയ്യില്ല എന്ന് നമ്മൾ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ മെറ്റലും ലിഗാൻഡും തമ്മിൽ സ്ട്രോങ് ബോണ്ടാണ്, അവ തമ്മിൽ ഡിസോസിയേറ്റ് ചെയ്തിട്ട് ഫർദർ സ്പ്ലിറ്റിംഗ് നടക്കില്ല സൊല്യൂഷനിൽ. അതേസമയം കോർഡിനേഷൻ സ്ഫിയറിന്റെ പുറത്തുള്ള ചാർജ്ഡ് സ്പീഷീസും കോർഡിനേഷൻ സ്ഫിയർ ചാർജ്ഡ് കോംപ്ലക്സ് അയോണായിട്ടും ആണ് ഡിസോസിയേഷൻ നടക്കാൻ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ എഴുതാം എന്നുള്ളത് പ്രപ്പോസ് ചെയ്ത ആള് വെർണറാണ്. ഇനി വെർണർ എക്സ്റ്റെൻസീവ്ലി സ്റ്റഡിഡ് ദ ക്ലോറാമീൻ കൊബാൾട്ട് 3 കോംപ്ലക്സസ് ടു സബ്സ്റ്റാൻഷിയേറ്റ് ഹിസ് തിയറി. അദ്ദേഹത്തിന്റെ തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മൂപ്പര് എക്സ്പെരിമെന്റൽ കണ്ടീഷൻസ് എക്സ്പെരിമെന്റ് ചെയ്തിട്ടാണ് ഇത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്തത്. ആ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ആണ് താഴെ തന്നിട്ടുള്ളത്. എക്സ്പെരിമെന്റ് ചെയ്ത് മൂപ്പർക്ക് കിട്ടിയ റിസൾട്ട്, എന്നിട്ട് മൂപ്പര് എന്തുണ്ടാക്കി, കോർഡിനേഷൻ കോംപ്ലക്സിന്റെ സ്ട്രക്ചർ, എക്സാക്ട് സ്ട്രക്ചർ എന്താന്നുള്ളത് പ്രപ്പോസ് ചെയ്തു. അതാണ് താഴെ തന്നിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് മൂപ്പരെടുത്ത് വെർണർ എന്ന് പറയുന്ന നമ്മുടെ വെർണർ എടുത്തിട്ടുള്ള കോംപ്ലക്സുകളാണ് തന്നിട്ടുള്ളത്. COCl3.6NH3. ആദ്യ കാലത്ത് എന്താണ് ഇതിന്റെ സ്ട്രക്ചർ എന്താന്നുള്ളത് അറിയില്ല. അപ്പൊ ഇതിന്റെ എക്സാക്ട് സ്ട്രക്ചർ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തിയ എക്സ്പെരിമെന്റ് ആണ് പറയുന്നത്. COCl3.6NH3 എന്ന് പറയുന്ന ഒറിജിനൽ കോമ്പൗണ്ടിനെ ഡിസോസിയേറ്റ് ചെയ്തു, വാട്ടറിൽ ഡിസോസിയേറ്റ് ചെയ്തപ്പം നമുക്ക് എത്ര അയോൺസ് കിട്ടിയെന്ന് നോക്കി. എത്ര അയോൺസ് കിട്ടി എന്ന് നോക്കിയപ്പോൾ നമുക്ക് 4 അയോൺ ഉണ്ട്. 4 അയോൺ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഒരു കോർഡിനേഷൻ സ്ഫിയർ കോംപ്ലക്സ് അയോൺ ഉണ്ട്, അതിന്റെ പുറത്തൊരു 3 വേറെ ഏതോ അയോണും ഉണ്ട്. എന്ന് പറഞ്ഞാൽ കോർഡിനേഷൻ സ്ഫിയറിന്റെ പുറത്ത് 3 ആനയോൺ ഉള്ളത് കൊണ്ടാണ് നമുക്ക് 4 അയോൺ കിട്ടിയത്. പിന്നെ നോക്കിയത് ഫ്രീ Cl- അയോണ് എത്ര എണ്ണം ഉണ്ട് എന്നാണ്. പെർ മോളിക്യൂള് എത്ര ഫ്രീ Cl- അയോൺ ഉണ്ട്. അത് നമുക്ക് എങ്ങനെ നോക്കാം? Ag+ സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്ത് നോക്കിയാൽ എത്ര AgCl പ്രസിപ്പിറ്റേഷൻ നടന്നു എന്ന് നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് 3 AgCl പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്തു, പ്രസിപ്പിറ്റേഷൻ നടന്നു. ദാറ്റ് മീൻസ് 3 Cl- അയോൺ ഉണ്ട്. 3 Cl- അയോൺ ഉണ്ട് എന്ന് പറഞ്ഞാൽ കോർഡിനേഷൻ കോംപ്ലക്സ് കാറ്റയോണും പ്ലസ് 3 Cl-ഉം. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടിയത്? 4 അയോൺ പെർ ഫോർമുല കിട്ടിയത്. അപ്പൊ അതിന്റെ സ്ട്രക്ചർ എന്താവും? 3 Cl- അയോൺ ഫ്രീ ആയിട്ടുണ്ട്, ആകെ 4 അയോൺസ് ഉണ്ട്. ഡിസോസിയേഷൻ നടന്നാൽ 4 അയോൺസേ ഫോം ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞാല് ഒരു കോർഡിനേഷൻ കോംപ്ലക്സ് അയോണും
പിന്നെ 3 Cl- അയോൺ. അപ്പൊ അതിന്റെ സ്ട്രക്ചർ നമുക്ക് മോളിക്കുലാർ ഫോർമുല നോക്കിയാൽ മനസ്സിലാവും. അതിന്റെ മോഡേൺ ഫോർമുലേഷൻ, അതിന്റെ സ്ട്രക്ചർ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. CONH3 6 ടൈംസ് കോർഡിനേഷൻ സ്ഫിയറിന്റെ പുറത്ത് Cl3 അല്ലെ. CONH3 6 ടൈംസ് എന്ന് പറഞ്ഞാൽ കോർഡിനേഷൻ സ്ഫിയറിന് ചാർജ് 3+ ഉണ്ടാവും. ആ 3+നെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 Cl- ദാറ്റ് ഈസ് Cl3. ഇത് നമ്മൾ ഡിസോസിയേഷൻ നടന്നാൽ നമുക്ക് CONH3 6 ടൈംസ് 3+ഉം പ്ലസ് 3 Cl- ഉണ്ടാവും. 4 അയോണ്, അതിൽ 3 എണ്ണം Cl-. ഇനി വെർണർ അടുത്ത കോമ്പൗണ്ട് എടുത്തു, COCl3.5NH3. അതിന്റെ കളറ് ഓരോന്നിന്റെയും ഫിസിക്കൽ ടെസ്റ്റും നോക്കുന്നുണ്ട്, ഫിസിക്കൽ നാച്ചുറും നോക്കുന്നുണ്ട്. ആദ്യത്തെ കോംപ്ലക്സിന് നമുക്ക് ഓറഞ്ച് കളറായിരുന്നു. ഇപ്പോൾ എടുത്ത 5NH3 ഉള്ള കോംപ്ലക്സിന് പർപ്പിൾ കളറാണ്. ഇനി അത് ഡിസോസിയേറ്റ് ചെയ്തപ്പം ആകെ 3 അയോൺസ് ആണ് കിട്ടിയത്. ഡിസോസിയേഷൻ നടത്തിയപ്പം 3 അയോൺസ്, ഇൻ ഡിസോസിയേഷൻ 3 അയോൺ. ഇനി ഫ്രീ Cl- എങ്ങനെ നോക്കാം? AgNO3 ആഡ് ചെയ്തപ്പോൾ നമുക്ക് 2 AgCl പെർ ഫോർമുലയാണ് പ്രസിപ്പിറ്റേറ്റ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ 2 AgCl ആണ് ഫോം ചെയ്തതെന്ന് പറഞ്ഞാൽ പെർ ഫോർമുല നമുക്ക് എന്തേ ഉള്ളൂ? 2 Cl- ഫ്രീ ആയിട്ട് സൊല്യൂഷനിൽ അവൈലബിൾ ആയിട്ടുള്ളൂ എന്നർത്ഥം. ഫ്രീ ആനയോണ് 2 Cl- ഉള്ളൂ എന്ന് പറഞ്ഞാൽ കോർഡിനേഷൻ സ്ഫിയറിന്റെ പുറത്ത് നമുക്ക് 2 Cl ഉള്ളൂ. അപ്പൊ എന്താവണം ഇതിന്റെ സ്ട്രക്ചർ? CONH3 5 ടൈംസ് Cl, പിന്നെ കോർഡിനേഷൻ സ്ഫിയറിന്റെ പുറത്ത് Cl2 അല്ലെ. അപ്പം വെർണേഴ്സ് തിയറിയിൽ പറയുന്നത് പ്രൈമറി വാലൻസി ഉണ്ട്, സെക്കൻഡറി വാലൻസി ഉണ്ട്. ഈ കോർഡിനേഷൻ സ്ഫിയറിന്റെ പുറത്ത് വരുന്നതിന് നമ്മൾ എന്ത് വാലൻസി എന്നാ പറഞ്ഞത്? കോർഡിനേഷൻ സ്ഫിയറിന്റെ പുറത്തുള്ളതിന് അയണൈസബിൾ വാലൻസി, അതാണ് പ്രൈമറി വാലൻസി. കോർഡിനേഷൻ സ്ഫിയറിന്റെ അകത്തുള്ള കോർഡിനേഷൻ നമ്പറിനെയാണ് നമ്മൾ സെക്കൻഡറി വാലൻസി, ദാറ്റ് ഈസ് നോൺ അയണൈസബിൾ വാലൻസി എന്ന് പറഞ്ഞത്. അപ്പോൾ പ്രൈമറി വാലൻസിയും സെക്കൻഡറി വാലൻസിയും ഒരുപോലെ ഇമ്പോർട്ടന്റ് ആണെങ്കിലും ഒരു കോർഡിനേഷൻ കോംപ്ലക്സിന്റെ കേസിൽ ആദ്യം സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഏതാണെന്നാ? ഇപ്പൊ ഈ രണ്ടാമത്തെ സ്ട്രക്ചർ നോക്കിയപ്പോൾ നിങ്ങൾക്ക് ഏതെന്നാ മനസ്സിലായത്? സെക്കൻഡറി വാലൻസി ആണ്. അപ്പൊ ആദ്യം സെക്കൻഡറി വാലൻസി സാറ്റിസ്ഫൈ ചെയ്തിട്ട് പിന്നെ പ്രൈമറി വാലൻസി സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. അടുത്ത കോംപ്ലക്സ് നോക്കിയേ, COCl3.4NH3. 4NH3 ഉള്ള കോംപ്ലക്സിന്റെ കളർ ഗ്രീൻ ആണ്. അതിൽ ഡിസോസിയേഷൻ, ഇൻ സൊല്യൂഷൻ ഡിസോസിയേഷൻ നടന്നപ്പം 2 അയോൺ ആണ് ഫോം ചെയ്തത്. അതിനെ AgNO3 വെച്ച് AgCl പ്രസിപ്പിറ്റേഷൻ നടത്തിയപ്പം പെർ ഫോർമുല ആകെ 1 Cl- അവൈലബിൾ ആയിട്ടുള്ളൂ. 1 Cl- എന്ന് പറഞ്ഞാൽ കോർഡിനേഷൻ സ്ഫിയറിന്റെ പുറത്ത് ഒറ്റ Cl ഉള്ളൂ. അപ്പൊ സ്ട്രക്ചർ എന്താവും? CONH3 4 ടൈംസ് Cl2, കോർഡിനേഷൻ സ്ഫിയറിന്റെ പുറത്തൊരു Cl. ഇനി ഇങ്ങനെ എഴുതുന്ന കോംപ്ലക്സിന്റെ പ്രത്യേകതയുണ്ട്. ഇത് കൊബാൾട്ടിന്റെ സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സ് ആണ്. സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സിന് സിസ് ആവാം, ട്രാൻസ് ആവാം. അപ്പൊ സിസ് ആണെങ്കിലും ട്രാൻസ് ആണെങ്കിലും അയോൺസ് പെർ ഫോർമുല സെയിം ആണ്, 2 തന്നെയാവും. ഫ്രീ Cl- 2 തന്നെയാവും. ഇനി ഇതിന്റെ ഫിസിക്കൽ നാച്ചർ നോക്കിയിട്ടാണ് അത് സിസ് ആണോ ട്രാൻസ് ആണോ എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തത്. അപ്പോൾ ട്രാൻസ് ആവുമ്പം അതിന് ഗ്രീൻ ആയിരുന്നു കളറ്, അതേസമയം സിസ് ആയപ്പം അതിന് വയലറ്റ് ആണ് കളറ്. അപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? ആദ്യം ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പം ആദ്യം അതിന്റെ സെക്കൻഡറി വാലൻസി ആണ് സാറ്റിസ്ഫൈ ചെയ്യുക, പിന്നീടാണ് പ്രൈമറി വാലൻസി സാറ്റിസ്ഫൈ ചെയ്യുക. ഇനി സെക്കൻഡറി വാലൻസി എന്ന് പറയുന്നത് കോർഡിനേഷൻ സ്ഫിയറിന്റെ അകത്ത് ഒരു പെർട്ടിക്കുലർ ജോമെട്രി കോംപ്ലക്സിന് തരുന്നതാണ് പ്രൈമറി സെക്കൻഡറി വാലൻസി എന്ന് പറയുന്നത്. സെക്കൻഡറി വാലൻസീസ് ആ എന്താണ് സ്ട്രോങ്ലി മെറ്റലുമായിട്ട് ബോണ്ട് ഫോം ചെയ്തിട്ടുള്ള ലിഗാൻസ് ആണ് സെക്കൻഡറി വാലൻസി സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഇനി ലെസ് ഫേംലി ബൗണ്ട് ആയിട്ടുള്ള വാലൻസി ആണ് ഏത്? പ്രൈമറി വാലൻസി. അത് കോർഡിനേഷൻ സ്ഫിയറിന്റെ പുറത്താണ്. അത് ഡിസോസിയേഷൻ നടന്നിട്ട് പെട്ടെന്ന് അതിന്റെ കറസ്പോണ്ടിങ് ആനയോൺ ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ വെർണേഴ്സ് തിയറി നമ്മൾ പറഞ്ഞു മെയിൻലി ബേസ്ഡ് ഓൺ ദ എക്സ്പെരിമെന്റൽ എവിഡൻസ്. എക്സ്പെരിമെന്റൽ എവിഡൻസിന്റെ ബേസിസിലാണ് വെർണേഴ്സ് തിയറി നമ്മൾ പ്രപ്പോസ് ചെയ്തത്, വെർണർ പ്രപ്പോസ് ചെയ്തത് നമ്മൾ കണ്ടു. ഇനി ഇത് ഫസ്റ്റ് സക്സസ്ഫുൾ തിയറി ആണ്, ഓക്കെ, ബട്ട് ഇറ്റ് ഹാസ് സോ മെനി ഡ്രോബാക്സ്. മെയിൻ ഡ്രോബാക്സ് ആണ് പറയുന്നത്.
എന്തുകൊണ്ടാണ് certain elements form coordination compound and certain does not, എന്തുകൊണ്ട് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. does not explain why the bonds in coordination compounds have directional properties, എന്തുകൊണ്ടാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സിന് ഡയറക്ഷണൽ പ്രോപ്പർട്ടീസ് ഉള്ളത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ കോർഡിനേഷൻ കോംപ്ലക്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ കളറ്, മാഗ്നറ്റിക് പ്രോപ്പർട്ടി, ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 പ്രോപ്പർട്ടീസ് ആണ്. ഇത് മൂന്നും വെർണർ തിയറിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഇതൊക്കെയാണ് വെർണർ തിയറിയുടെ ഡ്രോബാക്സ്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് സിഡ്ജ്വിക്സ് ഇലക്ട്രോണിക് തിയറിയാണ്. സിഡ്ജ്വിക് in his theory used the Lewis concept of covalent bond between two atoms in a molecule. നമ്മളെ കോർഡിനേഷൻ കോമ്പൗണ്ടില് കോംപ്ലക്സസില് ഒരു പുതിയ കൺസെപ്റ്റ് കൊണ്ടുവന്നതാണ് കോവാലന്റ് ബോണ്ട് ബിറ്റ്വീൻ ടു ആറ്റംസ് ഇൻ എ മോളിക്യൂൾ. ഇവിടെ പറയുന്നത് he introduced a new concept of coordinate bond, also called dative bond or semi-polar bond. According to him, the ligand donate electron pairs to the central metal ion to form coordination complex. ലിഗാൻഡ് ഇലക്ട്രോൺ പെയറിനെ സെൻട്രൽ മെറ്റൽ ആറ്റത്തിലേക്ക് ഡൊണേറ്റ് ചെയ്തിട്ട് അവിടെ ഒരു കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ്, ലിഗാൻഡ് ഇലക്ട്രോൺ ഡോണർ ആണ്, മെറ്റൽ ഇലക്ട്രോൺ അക്സെപ്റ്റർ ആണ്. അപ്പൊ നമുക്ക് ആ ലിഗാൻഡ് മെറ്റൽ ബോണ്ടിനെ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റും. ലിഗാൻഡ് ഡൊണേറ്റ് ചെയ്യും മെറ്റൽ സെൻറ്ററിലേക്ക്. അപ്പോൾ ലിഗാൻഡിൽ നിന്ന് മെറ്റൽ സെൻറ്ററിലേക്ക് ഒരു ആരോ ആയിട്ട് നമുക്ക് അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റും. സിഡ്ജ്വിക്സ് എഫക്റ്റീവ് അറ്റോമിക് നമ്പർ റൂൾ, EAN, എഫക്റ്റീവ് അറ്റോമിക് നമ്പർ. EAN rule is also known as 18 electron rule or noble gas rule. According to Sidgwick, the total number of electrons around the central metal ion, including those gained through coordination by the ligand, is known as the effective atomic number. Central metal ion അതിന്റെ ചാർജ് നോക്കിയിട്ട് അതിന്റെ ഇൻ എഫക്റ്റ് ഉള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺ, പിന്നെ ത്രൂ കോർഡിനേഷൻ അതിന് എത്ര ഇലക്ട്രോൺ ഗെയിൻ ചെയ്തു, ഇങ്ങനെ ടോട്ടൽ ഒരു സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് കിട്ടുന്ന ഇലക്ട്രോണിന്റെ കൗണ്ടിനെയാണ് എഫക്റ്റീവ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. In many cases, this number is equal to the atomic number of the next higher inert gas. കുറെ കോംപ്ലക്സുകൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവയുടെ എഫക്റ്റീവ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഹയർ ഇനേർട്ട് ഗ്യാസിന്റെ കോൺഫിഗറേഷൻ ആവുന്നുണ്ട്. ഇൻ സച്ച് കേസസ് സച്ച് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആർ സെഡ് ടു ഒബേ EAN റൂൾ. അങ്ങനെ എഫക്റ്റീവ് അറ്റോമിക് നമ്പർ കൗണ്ട് ചെയ്യുമ്പം നെക്സ്റ്റ് ഹയർ നോബിൾ ഗ്യാസിന്റെ കോൺഫിഗറേഷൻ വരുന്ന ടൈപ്പ് കോർഡിനേഷൻ കോമ്പൗണ്ടുകളെ നമ്മൾ EAN റൂള് ഒബേ ചെയ്യുന്നുണ്ട് എന്ന് പറയും. പക്ഷെ വേറെ കുറെ കോംപ്ലക്സുകൾ ഉണ്ട്, അവ നെക്സ്റ്റ് ഹയർ ഇനേർട്ട് ഗ്യാസ് കോൺഫിഗറേഷൻ ആവാത്ത ഇലക്ട്രോൺ കൗണ്ട് ഉള്ള കുറെ കോംപ്ലക്സുകൾ ഉണ്ട്. വി സേ ദേ ഡു നോട്ട് ഒബേ EAN റൂൾ. അപ്പൊ നമുക്ക് കുറച്ച് എക്സാമ്പിൾ ഒക്കെ വെച്ചിട്ട് ചെയ്തു നോക്കാം. അപ്പൊ EAN is equal to Z minus X plus Y. Z എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ, X എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺ ലോസ് ഡ്യൂറിംഗ് ദ ഫോർമേഷൻ ഓഫ് ദ മെറ്റൽ അയോൺ ഫ്രം ഇറ്റ്സ് ആറ്റം. ആറ്റം സെൻട്രൽ മെറ്റൽ അയോൺ ആണ് ഉണ്ടാവുക, യൂഷ്വലി അയോൺ ആണ് ഉണ്ടാവുക. അപ്പൊ അയോൺ എന്ന് പറയുമ്പം അതിൽ കുറച്ച് ഇലക്ട്രോൺ ലോസ്റ്റ് നടന്നിട്ടാണ് അത് അയോൺ ഫോം ചെയ്യുക. അപ്പൊ എത്ര ലോസ് ചെയ്തു എന്നുള്ളത് നമ്മൾ എന്താണ് എഫക്റ്റീവ് അറ്റോമിക് നമ്പറിൽ നിന്ന് കുറക്കണം. പ്ലസ് Y എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺ ഡൊണേറ്റഡ് ബൈ ദ ലിഗാൻഡ്. ഒരു ലിഗാൻഡ് ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യും. അങ്ങനെ എത്ര ലിഗാൻഡ് ഉണ്ടെന്ന് നോക്കുക, മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്ത് ചെയ്ത് നോക്കിയാൽ FeCN6 4-. അയൺ ആണ്, അയണിന്റെ ഓക്സിഡേഷൻ +2. അപ്പൊ അയണിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 26. അതിൽ നിന്ന് 2 മൈനസ് ചെയ്താൽ 24, പ്ലസ് അതിലേക്ക് CN മൈനസ് 2 ഇലക്ട്രോൺസ് വീതം ഡൊണേറ്റ് ചെയ്യും. 6 ആളുണ്ട്, 6 × 2 12. അപ്പൊ 24 + 12
36 എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ ഓഫ് ദ നെക്സ്റ്റ് ഹയർ ഇനേർട്ട് ഗ്യാസ് ആണ്. ഇങ്ങനെ കുറച്ചധികം എക്സാമ്പിൾസ് എടുത്തിട്ട് ആ കോംപ്ലക്സ് EAN റൂൾ ഒബേ ചെയ്യോ ഒബേ ചെയ്യില്ലേ എന്നുള്ളത് നോക്കാം. ഇത് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്, എല്ലാം ഒന്നും നമ്മൾ നോക്കണില്ല, നിങ്ങളിരുന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഒബേ ചെയ്യുന്നതും ഒബേ ചെയ്യാത്തതുമായിട്ട് രണ്ടെണ്ണം നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ടെട്രാ കാർബണൈൽ നിക്കൽ കണ്ടുണ്ടോ? ഫസ്റ്റ് കോളത്തിൽ കോംപ്ലക്സസ് ദാറ്റ് ഒബേ EAN റൂൾ. ടെട്രാ കാർബണൈൽ നിക്കലിൽ നിക്കൽ 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. നിക്കലിന്റെ അറ്റോമിക് നമ്പർ 28. ഇലക്ട്രോൺ ഗെയിൻഡ് ത്രൂ കോർഡിനേഷൻ, കാർബൺ മോണോക്സൈഡ് ആണ്, അത് 2 ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യും, ഇൻറ്റു 2 8 ഇലക്ട്രോൺ. അപ്പൊ 28 + 8 36. നെക്സ്റ്റ് ഹയർ ഇനേർട്ട് ഗ്യാസിന്റെ കോൺഫിഗറേഷൻ തന്നെയാണ്, ഒബേ EAN റൂൾ ആണ്. ഇതിലുള്ള ലാസ്റ്റ് വേണം നോക്കിയേ, BCO6- വനേഡിയത്തിന്റെ കോംപ്ലക്സ്. അപ്പൊ വനേഡിയം അറ്റോമിക് നമ്പർ 23. ഇവിടെ വനേഡിയത്തിന്റെ ചാർജ് എന്താണ്? -1 ആണ്. അപ്പൊ 23 + 1 ആണ് വരിക. ചാർജ് -1 ആണ്. അപ്പൊ ഇലക്ട്രോൺ ഇങ്ങോട്ട് കിട്ടി എന്നാണ് അർത്ഥം. അപ്പൊ 24 ആണ് അവിടെ വരിക. പിന്നെ ഇലക്ട്രോൺ ഗെയിൻഡ് ത്രൂ കോർഡിനേഷൻ 6 കാർബൺ മോണോക്സൈഡ് ഇൻറ്റു 2 12. അപ്പൊ 23 + 1 + 12 36. ദാറ്റ് ഒബേ EAN റൂൾ. ഇനി EAN റൂൾ ഒബേ ചെയ്യാത്ത രണ്ടെണ്ണം നോക്കാം. MnCN4 2-. മാംഗനീസ് അറ്റോമിക് നമ്പർ 25. മാംഗനീസിന്റെ ചാർജ് എന്താണ് ഇവിടെ? കോർഡിനേഷൻ സ്ഫിയറിന്റെ പുറത്ത് 2- ആണുള്ളത്, Cn- ആണ്. അപ്പൊ മാംഗനീസ് +2. അപ്പോ മാംഗനീസിന് 25 - 2 23 ഉള്ളൂ. പിന്നെ Cn- 2 ഇലക്ട്രോൺ വീതം ഡൊണേറ്റ് ചെയ്യും, 2 × 4 8. അപ്പൊ 23 + 8 31 ആവുന്നുള്ളൂ. നെക്സ്റ്റ് ഹയർ ഇനേർട്ട് ഗ്യാസിന്റെ കോൺഫിഗറേഷൻ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 36 ആണ്. അപ്പോൾ ദേ ഡു നോട്ട് ഒബേ EAN റൂൾ. അടുത്തൊരു എക്സാമ്പിൾ നോക്കുക. CONH3 6 × 2+. കൊബാൾട്ട് 27 ആണ് അറ്റോമിക് നമ്പർ, ഓക്സിഡേഷൻ നമ്പർ 2+ ആണ്. അപ്പൊ 27 - 2 25. NH3 ലിഗാൻഡ് 2 ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യും, ഇൻറ്റു 6 എണ്ണം ഉണ്ട്. അപ്പൊ 2 × 6 12. അപ്പൊ 25 + 12 37 ആണ് എഫക്റ്റീവ് അറ്റോമിക് നമ്പർ കിട്ടുക. ഹയർ ഇനേർട്ട് ഗ്യാസിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 36 ആണ്. ദാറ്റ് മീൻസ് ദിസ് കോംപ്ലക്സ് ഡു നോട്ട് ഒബേ EAN റൂൾ. താങ്ക് യു.